ഈ വരുന്ന ആഗസ്റ്റ് 15-ന് നമ്മുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. ഈ അഭിമാന നിമിഷത്തിൽ നമുക്ക് ഫേസ്ബുക്കിലൊക്കെ സുഹൃത്തുക്കൾക്ക് ആശംസകൾ അയക്കാൻ ഒരു പോസ്റ്റർ നിർമ്മിക്കണ്ടേ? നിങ്ങളുടെ ഫോട്ടോ വെച്ച് മനോഹരമായ പോസ്റ്ററുകൾ, സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ മാത്രം പോസ്റ്ററുകളെ ഈ ആപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റും. അതിന് സഹായിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഒരുപാട് പോസ്റ്റർ ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ ഇട്ടിട്ട് ആർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ആ ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല. ആദ്യം ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുക. ആപ്ലിക്കേഷനകത്ത് 5 ഓപ്ഷനാണുള്ളത്. അതിൽ പ്രീ ഡിഫൈനഡ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ ഓപ്ഷന്, അത് ജസ്റ്റ് നമുക്കൊന്നും ചെയ്യാനില്ല. അതിൽ തന്നെ ഓൾറെഡി ഫിക്സ് ചെയ്തതിൽ നമ്മുടെ ഫോട്ടോ ജസ്റ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യൽ മാത്രമാണ്. അതിലും നല്ലത് ഡിസൈൻ യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ ഫോട്ടോ കുറച്ചും കൂടി നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും മലയാളത്തിലൊക്കെ എഴുതണമെങ്കിൽ എഴുതാം. അങ്ങനെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അതാണ് ഞാൻ തുറക്കുന്നത്. ഇനി ഞാൻ ഡിസൈനിങ് യുവർ സെൽഫാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഗാലറി ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ വേണം. ഞാൻ ഈ ഫോട്ടോ ആണ് ചൂസ് ചെയ്യുന്നത്. ഇത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമ്മളെ മാത്രം കട്ട് ചെയ്തെടുക്കേണ്ട ഓപ്ഷനാണ്. നമുക്കറിയാം, നമ്മൾ മാനുവലായിട്ട് എങ്ങനെ കട്ട് ചെയ്താലും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വൃത്തിയിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിത് PNG ഫയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അനായാസം ചുറ്റും വട്ടം വരയ്ക്കുന്നത്. അതായത് എൻ്റെ ഫോട്ടോയുടെ ഭാഗങ്ങൾ നഷ്ടപ്പെടാതെ ചുറ്റും വരച്ചിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. PNG ഫയലായതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയും കട്ട് ചെയ്തെടുക്കലോ. അങ്ങനെ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് വെക്കുന്ന സമയത്ത് കാണാം, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അത് നമുക്ക് എത്രയാണ് സൈസ് വേണ്ടത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ PNG ഫയലായതുകൊണ്ടാണ് ഇത്രയും വൃത്തിയായിട്ട് ഇതിനകത്ത് വെക്കാൻ പറ്റിയത്. നിങ്ങൾ വെക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കുറച്ച് വെള്ളമൊക്കെ അവിടെ വന്നിട്ടുണ്ടാകും. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ സാധനം ഉണ്ട് അതൊക്കെ ഇതിൽ വരും. അപ്പോൾ അത് വരാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ PNG ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഫോട്ടോന്ന് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമ്മളെ മാത്രം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ള ആപ്ലിക്കേഷനാണ് ഫോട്ടോ റൂം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എറേസർ. ഇതൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ FTM ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനൽ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് പോകാം. എന്നിട്ട് യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഉണ്ട്. ഒന്ന് ജസ്റ്റ് മറിച്ച് നോക്കി ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫ്രെയിമിൽ നമ്മുടെ ഫോട്ടോ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നിരവധി ഫ്രെയിംസ് ഉണ്ട്. നമുക്ക് വളരെ വൃത്തിയായിട്ട് ഇതുപോലെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പോസ്റ്റർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ നമുക്ക് സ്വന്തമായിട്ട് എഴുതാനും ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ അത് എഴുതാം. ഇപ്പം നമുക്ക് ഏത് ഫ്രെയിമാണ് ഇഷ്ടപ്പെടുന്നത് അതാദ്യം ചൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഇവിടെ ടെക്സ്റ്റ് ഓപ്ഷൻ കാണാം. ഈ ടെക്സ്റ്റിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. മലയാളം, ഇംഗ്ലീഷ് എല്ലാം എഴുതാൻ പറ്റും. നമ്മുടേതായ ഡയലോഗ്സ് ഒക്കെ എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് എനിക്കിത് ഡിസൈനിങ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇവിടെ സ്റ്റിക്കേഴ്സ് ഓപ്ഷനാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് ഏത് ആണ് സ്റ്റിക്കേഴ്സ് വേണ്ടത് അത് വെച്ചിട്ട് ഇവിടെ ബാഡ്ജായിട്ട് ഉപയോഗിക്കാം, എന്തായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അതൊന്നും അധികം പറയുന്നില്ല, വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് പ്രൊഫൈൽ പിക്ചറിൻ്റെ ഓപ്ഷനാണ്. ഇതുപോലെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. കൂടുതലൊന്നും ഈ ആപ്ലിക്കേഷനകത്ത് പറയാനില്ല. എല്ലാവർക്കും ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ FTM ക്രിയേഷൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്തതായി കാണാം. ജസ്റ്റ് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെബ് പേജ് ഓണായി കിട്ടും. ആ പേജിൻ്റെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ FTM ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും